നമസ്കാരമുണ്ട്. ഇന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു സംശയമാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. സംശയം ഉന്നയിച്ചത് ഒരു ജനപ്രതിനിധിയാണ്. കാരണം ഒരു വാർഡ് മെമ്പറാകുമ്പോൾ നാട്ടിലെവിടെയൊക്കെ ജനനം നടന്നാലും മരണം നടന്നാലും കല്യാണമുണ്ടെങ്കിലും എന്തു സംഭവിച്ചാലും അവിടെ എത്തിച്ചേരണം. ഇല്ലെങ്കിൽ അടുത്ത ഒരു പരീക്ഷണം കൂടി നടത്താൻ പോകുമ്പോൾ ജനങ്ങൾ ശ്രദ്ധിക്കത്തില്ല. അപ്പം തുടർന്ന് തനിക്ക് ഈ മേഖലകളിൽ ശോഭിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തൻ്റെ വാർഡിലുള്ള ഭവനങ്ങളിൽ എന്ത് നടന്നാലും ഓടി അവിടെ എത്തും. അത്തരത്തിലുള്ള ഒരു സഹോദരിയാണ് ഒരു സംശയമായി അരികിലേക്ക് എത്തിയത്. കാരണം ഒട്ടുമിക്ക ജനങ്ങളും ആരെങ്കിലുമൊക്കെ മരിക്കും. മരിച്ച അവിടം വരെ ഒന്ന് പോയില്ലെങ്കിലോ അത് വലിയ പ്രശ്നമാണ് താനും. എൻ്റെ കക്ഷിയിൽപ്പെട്ടവരാണെങ്കിലും എതിർ കക്ഷിയിൽപ്പെട്ടവരാണെങ്കിലും ആരാണെങ്കിലും ഒന്ന് പോകണം. ഇല്ലെങ്കിൽ ചോദ്യങ്ങൾ അനവധി വരും. ഇനി മരണം നടന്ന വീട്ടിൽ പോയിട്ട് തിരിച്ച് സ്വന്തം വീട്ടിലോട്ട് വരുമ്പോഴാണ് ശരിക്കും അംഗം ഓടിച്ചാറി വീട്ടിനകത്തോട്ട് കയറാൻ പോകുമ്പോൾ അമ്മ ഇറങ്ങിപ്പൊടി പുറത്തോട്ടിറങ്ങടി ഇപ്പോൾ കുളിച്ചിട്ട് പാടി അടിച്ച് നനച്ച് കുളിക്കാതെ പേരക്കകത്ത് കയറിയേക്കരുത് ആസത്തെ എന്ന് പറഞ്ഞിട്ട് വഴക്കിനങ്ങോട്ട് ചെല്ലും. ചിലപ്പോൾ ഒരു ദിവസം 2-3 വട്ടമൊക്കെ കുളിക്കേണ്ടി വരും അത്രേ. ഇങ്ങനെ വന്നപ്പോഴാണ് ആ സംശയത്തിന് ഒരു ദൂരീകരണം വരുത്തി കളയാം. എന്താ ഇങ്ങനെ പറയുന്നത്? മരണം നടന്ന വീട്ടിൽ പോയാൽ അടിച്ച് നനച്ച് കുളിക്കണമോ, അത് മുങ്ങിക്കുളിക്കണമോ? എന്താ ഇങ്ങനെ പറയാനുള്ള കാരണം? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറയുന്നത്? ശാസ്ത്രവും സയൻസും ഒക്കെ ഇത്രയേറെ വിശാലമായ ഈ കാലഘട്ടത്തിൽ ഇത്തരം അറിവണിഞ്ചൻ ആശയങ്ങൾക്ക് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? ഇതായിരുന്നു ചോദ്യം. ചോദ്യമൊക്കെ ന്യായം, ആർക്കും ഒരു കുറ്റവും പറയാൻ പറ്റത്തില്ല. ന്യായമെന്ന് തന്നെ നമ്മൾ പറയണം. അപ്പം ഇതിലത്തെ എന്താ ഇത്ര ശാസ്ത്രീയത? അല്ലെങ്കിൽ നമ്മുടെ പൂർവികർ വിശിഷ്യ കുടുംബത്തിലൊരു മുതിർന്നവരുണ്ടെങ്കിൽ മരണ വീട്ടിൽ നമ്മൾ പോയിട്ടാ വരുന്നെങ്കിൽ അവർ തീർച്ചയായും നമ്മൾക്ക് പറയും കുളിച്ചിട്ട് അകത്ത് കയറിയാൽ മതി. എന്താ അതിന് കാരണം? മരിച്ചവൻ്റെ പ്രേതം നമ്മുടെ പുറകിന് വരും. നമ്മുടെ വസ്ത്രത്തിലും ദേഹത്തിലും ഒക്കെ അള്ളിപ്പിടിച്ചിങ്ങനെ ഇരിക്കും. നമ്മൾ ആ മരണ വീട്ടിൽ പോയി അതേ വേഷത്തോടു കൂടി കുളിക്കാതെ നനയ്ക്കാതെ വീട്ടിനുള്ളിലേക്ക് കയറിയാൽ ഈ മരിക്കപ്പെട്ട വ്യക്തിയുടെ പ്രേതം നമ്മുടെ ഭവനത്തിനുള്ളിലേക്ക് കുടിയിരിക്കും. അത് മഹാപാപത്തെ വരുത്തി വെക്കും, സങ്കടത്തെ വരുത്തി വെക്കും, അപമൃത്യു വരുത്തി വെക്കും. അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര സങ്കടകരമായ തലത്തിലേക്ക് എത്തിക്കും. പാപം, സങ്കടം, ദുർമരണം ഇത്യാദി കാരണങ്ങളൊക്കെയാണോ അതിനുള്ള കാരണം എന്നൊന്ന് അറിയാം. ഇവയെല്ലാം പരമ്പരാഗതമായി കൈമാറി വന്നിട്ടുള്ള പഴമൊഴികളിൽപ്പെട്ടിട്ടുള്ളതാണ്. എന്താണ് ഇതിലെ യുക്തി? അല്ലെങ്കിൽ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? ചുമ്മാ അതൊന്നും നമ്മുടെ പൂർവികർ പറയില്ല. അപ്പം എന്തുകൊണ്ട് അവരിങ്ങനെ പറഞ്ഞു എന്നാണ് ചോദ്യമെങ്കിൽ, പണ്ടത്തെ കാലത്ത് നടക്കുന്ന മരണങ്ങളിൽ ഭൂരിഭാഗവും പകർച്ചവ്യാധികളാലായിരിക്കും സംഭവിക്കുന്നത്. അതും ഭയാനകമായ മസൂരി അല്ലെങ്കിൽ ചിക്കൻ ബോക്സ്, അതുപോലെയുള്ള കഠിനമായ ജ്വരം, അതുപോലെ ക്ഷയം ഇത്യാദി അതിമാരകങ്ങളും ജനങ്ങളെ ഭയപ്പെടുത്തുന്നതുമായ മഹാവ്യാധികളാലായിരിക്കും അന്ന് നടക്കുന്ന ഭൂരിഭാഗം മരണവും. അതുകൊണ്ട് തന്നെ ഒരു വീട്ടിൽ ഇത്തരത്തിലൊരു മരണം നടന്ന വീട്ടിൽ പോയ ആൾ ശരീരശുദ്ധി വരുത്താതെ സ്വന്തം ഭവനത്തിലേക്ക് കയറുന്നുവെങ്കിൽ സ്വാഭാവികമായും പണ്ടത്തെ കാലത്താണെന്നുണ്ടെങ്കിൽ വിറകുകളൊക്കെ കൂട്ടി ചിതയൊരുക്കുകയാണ്. ഇന്ന് അതൊക്കെ മാറി പെട്ടിയൊക്കെ കൂട്ടി പെട്ടിക്കകത്തൊക്കെ ഒരുക്കി 10 മിനിറ്റിനുള്ളിൽ ഭസ്മം പോലെ നമ്മുടെ കയ്യിലേക്ക് പൊടി അടക്കം തരുന്നത്. വീട്ടുമുറ്റത്ത് തന്നെ റെഡിമെയ്ഡ് സെറ്റപ്പ് ഉണ്ട്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. എന്നാൽ പണ്ടപ്രകാരം ആയിരുന്നില്ല. കുഴിയൊക്കെ എടുത്ത് അതിൽ ചിരട്ടയും മാമ്പറും ഒക്കെ ഇട്ട് ദഹിപ്പിക്കുകയായിരുന്നു. അങ്ങനെ ദഹിപ്പിക്കുമ്പോഴും അന്തരീക്ഷത്തിൽ ഒരു പക്ഷേ മരിച്ച വ്യക്തി ഒരു പകർച്ചവ്യാധി മൂലമാണോ മരിച്ചത്, അല്ലെങ്കിൽ ഒരു മാരക രോഗം മൂലമാണോ മരിച്ചത്, ആ രോഗം പകരാനുള്ള സാധ്യതയുണ്ടോ എങ്കിൽ അപകടം വളരെ വലുത് തന്നെയാണ്. അതിലെ രോഗാണുക്കൾ അന്തരീക്ഷത്തിൽ മുഴുവനെത്തും. സ്വാഭാവികമായും ആ ചടങ്ങിൽ പങ്കെടുക്കുന്നവരിലേക്ക് ഏവരിലും ആ രോഗാണുക്കൾ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. ഇനിയും ഡെഡ് ബോഡിയൊക്കെ പിടിച്ച് ചതയിലേക്ക് വെക്കുന്നവർ അല്ലെങ്കിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന പ്രവർത്തകർക്ക് തീർച്ചയായും അവരുടെ ശരീരത്തിൽ രോഗാണുവിൻ്റെ സാന്നിധ്യം ഉണ്ടാവുക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെയുള്ളവർ ശവമടക്ക സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രവും ശുദ്ധീകരിക്കാത്ത ദേഹത്തോടും കൂടിയാണ് ഭവനത്തിലേക്ക് എത്തുന്നതെങ്കിൽ അവിടെ ദുർമരണം നടക്കാനുള്ള സാധ്യത വലുതാണ്. കാരണം ഈ മരിച്ച വ്യക്തി ഒരു മാരക രോഗത്താലാണ് മരിച്ചെങ്കിൽ, അല്ലെങ്കിൽ ആ അന്തരീക്ഷത്തിൽ നിൽക്കുക വഴി തന്നിലേക്ക് എത്തപ്പെട്ട രോഗാണു തൻ്റെ ഭവനത്തിലേക്ക് എത്തും. അവിടെ കൊച്ചുകുട്ടികളോ മുതിർന്നവരോ ഉണ്ടെങ്കിൽ വളരെ വേഗത്തിൽ അവർ ആ രോഗത്തിന് അടിമയായി മാറും, അപമൃത്യു നടക്കും. ഇതാണ് പറഞ്ഞതേ. അല്ലാതെ പ്രേതം വന്ന് മരിച്ച ആളിൻ്റെ പ്രേതം വിടയ്ക്ക് വന്ന് കഴുതി പിടിച്ച് ഞെക്കിക്കൊല്ലുകയോ ഒന്നുമില്ല. ഈ രോഗാണുക്കൾ കുടുംബത്തിലുള്ള കൊച്ചു കുഞ്ഞുങ്ങളെയോ അല്ലെങ്കിൽ പ്രായമുള്ളവരെ ആയിരിക്കുമല്ലോ ആദ്യം ഈ രോഗാണുക്കൾ ബാധിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് തീർച്ചയായും അടിച്ചു നനച്ച് കുളിക്കണം. ഇനിയും മുങ്ങിക്കുളിക്കണമെന്ന് പറയാൻ എന്താണ് കാരണം? ശരീരത്തിലേക്ക് നമ്മൾ ആ ശവമടക്ക് കഴിഞ്ഞ് ഭവനത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മുടെ ശരീരം ആകെ മലീമസമായിരിക്കും. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തത്ര രോഗാണുക്കൾ നമ്മുടെ വസ്ത്രത്തിലും ശരീരത്തിലും ഉണ്ടാകും.
അപ്പോൾ സ്വാഭാവികമായും ജലത്തിലേക്ക് മുങ്ങുമ്പോൾ അല്ലെങ്കിൽ തണുത്ത ജലം നമ്മുടെ ശിരസിലേക്ക് ഒഴിക്കുമ്പോൾ മസ്തിഷ്കത്തിൽ നിന്ന് വൈദ്യുതി തരംഗത്തിന് തുല്യമായ ഒരു കാന്തിക തരംഗം രൂപപ്പെടുവത്രേ. ഇത് ആധുനിക സയൻസും പറയുന്നതാണ്. ആ തരംഗത്തിന്റെ പ്രവർത്തന ഫലമായി ശരീരം മുഴുവൻ ഊർജ്ജസ്വലമാകും, ഉത്തേജിക്കപ്പെടും, ഒരു പരിധിവരെ സ്വയം റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ പ്രതിരോധം നേടാനുള്ള തലത്തിലേക്ക് ശരീരം വളരെ പെട്ടെന്ന് ആക്റ്റീവാകും. അപ്പോൾ അങ്ങനെയുള്ള ശാസ്ത്രീയത കൂടിയുണ്ട്. ഇതൊക്കെ ആലോചിക്കുമ്പോഴാണ് നമ്മുടെ പൂർവികർ എത്ര ബുദ്ധിയുള്ളവരായിരുന്നു. ഇത്രയേറെ ടെസ്റ്റിങ്ങുകളോ ലാബറട്ടറികളോ ഒന്നും ഇല്ലാതിരുന്ന അന്നത്തെ കാലത്ത് തന്നെ സാംക്രമിക രോഗങ്ങൾ മൂലം മരണം സംഭവിക്കുന്നു എന്നും അതുകൊണ്ട് തന്നെ അതിനുള്ള ഏറ്റവും നല്ല പ്രതിവിധി ശരീരശുദ്ധി, വസ്ത്രശുദ്ധി ഒന്ന് മാത്രമാണ് എന്ന് കൃത്യമായി തന്നെ അവർ നമ്മെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അതിനോടുകൂടി ചേർത്ത് പാപം സംഭവിക്കും, മരിച്ച വീട്ടിൽ പോയാൽ കുളിക്കാതെ വീട്ടിൽ കയറിയാൽ അപമൃത്യു നടക്കും, അല്ലെങ്കിൽ സങ്കടം നടക്കും, പ്രേതബാധയുണ്ടാകും. ഈ പ്രേതബാധ അല്ലെങ്കിൽ അപമൃത്യു എന്നതെല്ലാം രോഗരൂപത്തിലേക്ക് എത്താൻ സാധ്യതയുള്ള അപകടങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് പറഞ്ഞതിൽ അല്പമൊക്കെ കാര്യമുണ്ട് താനും. എന്നാൽ ഭയപ്പെടുത്തിയ അതേ രീതിയിലുള്ള പ്രേതബാധയോ അല്ലെങ്കിൽ അപമൃത്യോ അല്ല സംഭവിക്കുന്നത്. മറിച്ച് ഇത്തരത്തിലുള്ള അശുദ്ധകരമായ അന്തരീക്ഷത്തിൽ നിന്ന് നമ്മളിലേക്ക് എത്തപ്പെടുന്ന രോഗാണുക്കളെ ശുദ്ധീകരിച്ചതിന് ശേഷമേ ഭവനത്തിലേക്ക് കടക്കാവൂ. അതിൽ യാതൊരു സംശയമില്ല. അതൊരു നല്ല തത്വം തന്നെയാണ്. കാരണം എല്ലാ രോഗങ്ങളെയും അകറ്റുവാനുള്ള ഏറ്റവും ഉത്തമമായ പ്രതിവിധിയാണ് ശുചിത്വം. ആധുനിക സയൻസ് എന്നതിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കുമ്പോൾ അനേകായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ നാട്ടിൻപുറത്തുള്ള പൂർവികർ അതേപ്പറ്റി കൃത്യമായ ബോധമുള്ളവരായിരുന്നു. സ്കൂളുകളിലും കോളേജുകളിലും ഒന്നും പോയില്ല എങ്കിലും കൃത്യമായി തന്നെ ബോധമുണ്ടായിരുന്നു. സ്വശരീരത്തെയും സ്വജീവനെയും എപ്രകാരം പരിപാലിക്കാം. ആ ഒരു ഒറ്റ ചിന്തയുടെ ഫലമായി ഉരുത്തിരിഞ്ഞു വന്ന ഒരു ഉപദേശമായി ഇതിനെ കണ്ടാൽ മതി. അതുകൊണ്ട് കുളിക്കുന്നുവെങ്കിൽ അതിൽ തെറ്റൊന്നുമില്ല. കുളിച്ചില്ലെങ്കിലും പ്രേതബാധ ഉണ്ടാവില്ല. ഒരു പക്ഷേ രോഗബാധ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാകുമത്രേ. മറ്റൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ പ്രിയമിത്രങ്ങളെ, അമൃതം ഗോപാലകൃഷ്ണൻ എന്ന ഈ എളിയവന്റെ പ്രണാമം.